ജില്ലയിൽ 2 ദിവസങ്ങളിലായി പിടികൂടിയത് 36 കിലോ 214 ഗ്രാം കഞ്ചാവ്. സംസ്ഥാന അതിർത്തിയായ ഗോവിന്ദാപുരത്തു നിന്നും 23 കിലോ 629 ഗ്രാം കഞ്ചാവുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ഹേമാംബിക നഗർ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ 12 കിലോ 585 ഗ്രാം കഞ്ചാവുമായി 2 ബിഹാർ സ്വദേശികളെ പിടികൂടി. സംസ്ഥാന അതിർത്തിയിലെ മുഖ്യ ലഹരി ഇടപാടുകാരൻ എന്ന നിലയിൽ പോലീസിന്റെ നോട്ടപ്പുള്ളിയായ മംഗലം ഡാം അമ്പിട്ടൻ തരിശിൽ വിനയൻ ദാസ്, ഗോവിന്ദാപുരം എംപുതൂരിൽ മണികണ്ഠൻ, ഗോവിന്ദാപുരം കരടിക്കുന്നിൽ ധർമ്മരാജൻ എന്നിവരാണ് ഗോവിന്ദാപുരത്തുനിന്ന് അറസ്റ്റിലായത്. ക്രിസ്മസ്, പുതുവത്സരം എന്നിവയുടെ ഭാഗമായി സംസ്ഥാന അതിർത്തികളിൽ ലഹരിക്കടത്ത് തടയുന്നതിന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശത്തിൽ കൊല്ലങ്കോട് പോലീസ്, ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കഞ്ചാവ് കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ എംപുതൂർ കരടിക്കുന്നിൽ ധർമ്മരാജന്റെ തെങ്ങിൻതോട്ടത്തിൽ നിന്ന് പ്രതികളെ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. കാർ കസ്റ്റഡിയിലെടുത്തു. മംഗലം ഡാം അമ്പിട്ടൻ തരിശ് സ്വദേശികളായ വിനയൻ ദാസും സഹോദരൻ വിനോദും വർഷങ്ങളായി അനധികൃത ഇടപാടുകൾക്കും ലഹരിക്കച്ചവടത്തിനുമായി സംസ്ഥാനാതിർത്തിയായ ഗോവിന്ദാപുരത്ത് താമസമാക്കിയിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ട്രെയിൻ മാർഗം അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ലഹരിക്കടത്ത് തടയുന്നതിനായി പാലക്കാട് ഹേമാംബിക നഗർ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബീഹാർ സ്വദേശികളായ രഞ്ജൻ കുമാർ പസ്വാൻ, അഭദേശ് കുമാർ പസ്വാൻ എന്നിവർ കഞ്ചാവുമായി പോലീസ് പിടിയിലായത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് താണാവ് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം വച്ചാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. പ്രതികൾ കേരളത്തിലേക്കെത്തിച്ച കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും ആർക്കുവേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചത് എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. UTV ന്യൂസ്, പാലക്കാട്.